അവിടെ വിളിച്ചാൽ അപ്പം വരിക നീ വിളിച്ചാവേ അത് കൊടുക്കാം അപ്പം വിളിക്കുന്നു അപ്പം കയ്യിൽ സൂത്രം ൂരട്ടായോ ആരും തരണ്ട ഞാൻ എടുത്തോളാം ചെരുപ്പ് നീ ചെരുപ്പൂല എല്ലാം എടുത്തോണ്ട് പോടാ അതിന് കൊടുത്തൊന്നും അവനും പള്ളിയിലേക്ക് നീ ചെരുപ്പൂല വേദിക്ക് ഇതൊക്കെ മതിയായിരുന്നോ? ഞാൻ രാവിലെ കൈ നീട്ടാം $5 വേണ്ട നിനക്ക് കാശ് കൊണ്ട് മഞ്ഞളിക്കാത്ത ചരക്ക് ഉണ്ണിയെന്ന് നോക്കിയത് ഇത് ഡീസൻ്റ് ആയ ഉണ്ണി അവന് നോട്ട് വേണ്ടത് ചില്ലറ മതി ഉണ്ണി ഇത്രയും ഡീസൻ്റ് ആയ ഉണ്ണി വേറെ എവിടെ കിട്ടും? ഇപ്പൊ അടക്കണ നോട്ട് വേണ്ട, അവന് ചില്ലറ മതി. ആണേ കഴിഞ്ഞിട്ട് എന്താ ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഓക്കെ 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 ഹാപ്പി വിഷു കേട്ടോ, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. കൈനീട്ടം കൊടുക്കാൻ ഉള്ള കഷ്ടപ്പാടുകൾ പോയി. അത് ഞാൻ ചായ ഞാനേ വരണം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു വേണ്ട. അവള് പുറത്തായിരിക്കും. അതെ അവിടെ ഉണ്ട്. ആ ഉണ്ണി നീ എന്നെ അലമ്പാണ് ഇവിടെ. അച്ഛൻ എന്നെ ഇതിനെ നോക്കുവാണ്. അവൻ നമ്മളെ സഹായിക്കും കേട്ടോ എല്ലാ കാര്യത്തിലും. നമ്മൾ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ കൂടും. അത് ഞാൻ ചെയ്യാൻ പറയുന്നില്ല.
അതുപോലെ വെക്കുക പോലെ ഇനി എന്നെ എവിടെ കൊണ്ടുവാ ഈ പയ്യനെ കൊണ്ടുപോയി ഞാൻ ആക്കി വിളിക്കട്ടെ. ആ വാടാ ഉണ്ണി, നമുക്ക് പുറത്തേക്ക് കളിക്കാം. വാ, അതിനകത്തൊന്നും ഇല്ലടാ. വാ, ഇവിടൊന്നും ഇല്ല. നമ്മുടെ അന്നത്തെ ഐസ്ക്രീം ഒക്കെ തിന്ന് തീർത്തായിരുന്നോ അമ്മേ? ആ, അലുത്ത് പോയോ? അതിന് ഒരുപാട് ദിവസം വെച്ച് വടിച്ചോണ്ടിരുന്നു. അന്ന് നമുക്ക് തിന്നാൻ പറ്റിയില്ലോ. അന്ന് ഞാനും തിന്നു. പിന്നെ ചന്തൂര് കുറെ എടുത്ത് കൊടുത്തു വിട്ടു. പാത്രത്തിൽ നിറച്ച് കൊടുത്തു വിട്ടു. അതെ, പ്ലാസ്റ്റിക് പാത്രത്തിൽ അടച്ച് പൂട്ടി വെക്കണം, അത് ഫ്രീസറിൽ വെക്കണം. നന്നായിട്ട് എടുത്ത് വെച്ച് ദിവസം എടുത്ത് വരുമ്പോ അവിടെ എല്ലാം ഒഴുകി പിന്നെ എല്ലാം കഴുകി. അയ്യോ, ഏതാണ്ട് കാര്യമായിരുന്നു അന്ന്. അത് അലമ്പായി പോയല്ലേ. പിന്നെ ഞങ്ങൾ 2 ദിവസം കൊണ്ടൊക്കെ തീർത്ത്. അത് പേപ്പറിന്റെ അല്ലേ ആ സാധനം? ദിവസം പോകണ്ടേ. അതെ അതെ അതെ. അന്ന് ഞങ്ങൾ കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രത്തിലാക്കി. അത് ഞാൻ പറയാനും പറഞ്ഞ, ഞാൻ വിചാരിച്ച നമുക്ക് അറിയായിരിക്കുമെന്നാ. അത് പേപ്പറിന്റെ കവറിനകത്താ വരുന്നത്, അത് പ്ലാസ്റ്റിക്കിന്റെ അകത്ത് വെക്കണം. പറ്റി ഇവള് പോകുന്ന തിരക്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലേ. എടാ ഉണ്ണിക്കൂടാ, എടാ അതിന്റെ ക്യാമറ നീ നശിപ്പിക്കല്ലോടാ. എടാ ഇവനാള് ഭയങ്കരനാട്ടോ. ഞാൻ ആ മറ്റേ സാധനം എടുത്ത് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ കിളികളുടെ സൗണ്ട് ആണ്ട് അവൻ കേട്ടിട്ടുണ്ട്. മറ്റേ ജീരകമുട്ടായി അവന്റെ. നീ എങ്ങനെ കണ്ടറാ? നീ എങ്ങനെ കണ്ടത്? ഏട്ടാ ബാഗ് തുറന്നടാ. എന്നാ അതിനകത്ത് എന്നാ അതിനകത്ത് ഇനി അത് തരികയല്ലോ അവൻ. അത് തുറന്നു തരാൻ വേണ്ടി വേറെ നിവൃത്തിയില്ല നമ്മളെ കൊണ്ടു തരും. തുറന്നു കിട്ടിയാൽ പിന്നെ ഒറ്റയ്ക്ക് തിന്നുവൻ. കൊണ്ടുവാ, തുറന്നു തരാം. വാ ഇങ്ങോട്ട് വാ. ആ അതെ അതെ, ഈ ഒറ്റ ഇരിപ്പിന് വേണേ മൊത്തം നിന്ന് തീർക്കളായി. ഇവിടെ പട്ടി വണ്ടി മറ്റേ വണ്ടി ആ വണ്ടി സത്യം പറയാനുള്ള സമയം കിട്ടിയില്ല. ഇനിയിപ്പോ നാളെ പോലെ ഉള്ളൂ. അതിന് മുമ്പ് ബുക്കിംഗ് എടുക്കണം. ഏറ്റുമാനൂർ ലക്സോൺ. ആ ചിറ്റടയിൽ നിന്ന് കൈനീട്ടം കിട്ടിയല്ലോ. ആ പറഞ്ഞോ ബായ് പറഞ്ഞ കാര്യം ഇപ്പഴാ ഓർത്തത്. എടാ ഉണ്ണിക്കൂട്ടാ, എടാ ഉണ്ണിക്കാടെ, എടാ ഉണ്ണിക്കൂട്ടാ. ആ ഈ ഉണ്ണിക്കൂട്ട് കൈനീട്ടം കിട്ടിയില്ലേ? ഹായ്, ദേ അടുത്തത്. അവന് കഴിക്കണമെന്ന് ഇവന് മറ്റേ ചില്ലറ ഉണ്ടോ? 1 രൂപ ഉണ്ടോ? 1 രൂപ അല്ല, അതല്ല തുട്ടുണ്ടോ? അവന് ഈ സാധനം അറിയത്തില്ല, അവന് തുട്ടേ അറിയത്തുള്ളൂ. അവന് തുട്ട് മതി, അവന് ചില്ലറ മതി. 1 രൂപ കൊടുത്താൽ മതി. ചില്ലറക്കാരനല്ല. രാവിലെ ഞാൻ അവന് നോട്ട് കൊടുത്തിട്ട് അവന് വേണ്ടായിരുന്നു. ഏടാ ഉള്ളി ഫോൺ അടിച്ചല്ലോ. മുട്ടായി ഞങ്ങൾക്ക് ജീരമുട്ടായി മേടിക്കാനാ. ജയന്തിക്കും അവിടെ ഞങ്ങൾ അനുമതി കൊടുത്തില്ല. അപ്പൊ അത് ഇവർക്ക് തന്നെയായിട്ട് കൊടുക്കാതിരുന്നല്ല. ഹനുമാൻ ജയന്തിക്ക് ഞങ്ങൾ കൊടുത്തില്ല. ഈ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇത്രയും ഈ കോതല്ലൂർ തൊട്ടാ പറയാം. ഇപ്പൊ കോടതിയിലേക്ക് പോകാൻ പറ്റിയല്ലോ. മറ്റേ എന്നും കോടതി കേട്ടായിരുന്നു.
കോടതി നേരെ ഇങ്ങനെ കോടതി പിന്നെ എത്ര കേസ് കൊണ്ട് കൊടുത്ത കോടതി ഓടിച്ചിട്ടുണ്ടോ ആളാകെ നടക്കുകയാണ്. നമ്മുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു തറ മനുഷ്യൻ പിന്നെ പ്രതിപക്ഷ നേതാവ് കൈ കാണിക്ക്, കൈ കാണിക്കണ ഉണ്ണി, കൈ കാണിക്ക്, കൈ കാണിക്ക്, കൈ കാണിക്ക്. ഇന്നാളി ഇന്നാളി അവന് രണ്ടെണ്ണം അത് അഞ്ഞുണ്ടോ എന്നാ ഞാൻ അതുകൊണ്ട് വന്നു. അത് മതി, അത് മതി, അത് കഴിച്ചേ. നിങ്ങൾ ഇപ്പൊ തന്നെ പോവാണ് അക്കരയ്ക്ക്, അപ്പൊ നമ്മളവിടെ വരുന്നു. അല്ല എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ ഇറങ്ങുന്നാ പറഞ്ഞു. അല്ലേ അമ്മയാ പറഞ്ഞത്. ഫുഡ് കഴിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച അല്ല എന്നറിയാ വെച്ചാ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ 12 മണി 11:30 ആവുമല്ലോ. അപ്പൊ ആ സമയത്ത് കഴിച്ചാൽ പിന്നെ ടോണിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. എടാ നീ അത് ആ 5 എണ്ണം ഒന്ന് തിന്ന് തീർത്തോളാം ഉണ്ണി ഇത്ര പെട്ടെന്ന്. ഞങ്ങളൊരു വാക്ക് പോലും സംസാരിച്ചില്ലല്ലോടാ. വലിഞ്ഞു കയറുന്നു മുട്ടായി എടുക്കാൻ. മുട്ടായി ഇട്ട് കൊടുത്താ അവൻ വീണ്ടും വേണം അവന്. മതി മതി പൊക്കോ പൊക്കോ. ഒരെണ്ണോടെ തരും, ഒറ്റ ഒരെണ്ണോടെ തരും കേട്ടോ. അത് കാണിക്ക്. ഇല്ല ഞാൻ കൊടുത്തോളാം നമുക്ക്. അത് മതി കൊടുക്കോ. ഇനി ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മുട്ടായി കവറില്ലേ, അവൻ്റെ പ്രതികരണം എങ്ങനെയാന്ന് നോക്കട്ടെ. വരുന്നുണ്ട്. എന്തി നോക്കിട്ട് സാധനം കാണുന്നില്ല. അവന് മനസ്സിലായി ഞാൻ ഒളിപ്പിച്ചതാ. അവൻ രാവിലെ ഇഡ്ഡലി കഴിച്ചായിരുന്നു. ആ ദോശ 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 കഴിച്ചായിരുന്നു. അവനൊന്നും വേണ്ട. അവന് 1 രൂപ കൊടുത്താൽ അവന് 1 രൂപ ചില്ലറ കൊടുത്താൽ ചന്തപ്പനെ കണ്ടില്ലല്ലോ ഇങ്ങോട്ട്. ആ നാളെ എക്സാം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എടാ ഞാൻ പോവല്ലോ, ഞാൻ വരുവാ അങ്ങോട്ട്. നീ കുടിക്കും എത്ര വെള്ള? ഞാൻ കുടിക്കല, ഞാൻ അത്രക്കാരനല്ല. ആ പാവം ഒന്ന് ഉറങ്ങി വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്ഥലത്തെത്തിയ മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റിയില്ല. നീ ഉറങ്ങട്ടാ. കൊച്ചച്ഛൻ്റെ ഓട്ടോ. എടാ ഞാൻ എന്നാ വാ ഇങ്ങോട്ട് വാ വാ. അമ്മ അതില്ല, അത് കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ട് അതിലേ വരാം. വരുന്നില്ലേ? കഴിക്കാൻ വരുന്നു.
ആ ചിറ്റയില്ലായിരുന്നോ കടയിൽ? ആ ശരി ശരി. ആ ആ അത് കുഴപ്പമില്ല, എന്നാൽ പയ്യെ വന്നാൽ മതി. ഹായ്. നിനക്ക് വിഷുവായിട്ട് ഇന്നാ അവധി കിട്ടിയത്, അന്ന് ഫ്രീഡം കിട്ടിയതല്ലേ? കഴിച്ചാലോ? ഉണ്ണി കഴിക്കാളാ? ഇങ്ങനെ വിളക്കിളമ്പി മാറുവാണെങ്കിൽ ഞാൻ പിടിച്ചോളാം. കടലോട് നീ ഇരിക്കല്ലേ, അവൻ അവിടെ കയറി നിൽപ്പുണ്ടേ. അപ്പൊ ടോണി ഇരിക്കാൻ നല്ല രസമാണ്. അയ്യോ അച്ഛാ, ഇഷ്ടം പോലെ ഉണ്ട്. ആ വരുമോ? ആ ഞാൻ വരുമോ? പിന്നെ ഞാൻ ഇരിക്കാം. ആയി ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ അവരവിടെ ഞാനത് ഇവിടെ ഉണ്ട്. ചിക്കൻ ചന്തപ്പുറം എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഞാൻ ആഹാരം കഴിച്ചു കുറുക്കത്തോറം കിട്ടി. ആ അത് ശകലം വെച്ചോ, ഒരു കഷ്ണം വെച്ചോ. ഡയറ്റിംഗ് ഒന്നും അല്ലടാ, ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് വണ്ണം വെക്കുന്നത്. എനിക്കും അങ്ങനെയാ, പക്ഷെ എനിക്ക് ഇപ്പൊ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. യാത്ര ഡെയിലി നീ കഴിച്ചോ, നീ നിന്റെ പ്രായത്തിൽ കഴിക്കാം, നിന്റെ പ്രായത്തിൽ കഴിക്കാം. താങ്ക് യു. അതവിടെ അത് അങ്കോർവാട്ടാണോ? അല്ലല്ലോ, അങ്കോർവാട്ട് മറ്റേ വേറെ ശാസ്ത്രം. അടിപൊളിയാണോ? ഗ്ലാസ് ഒക്കെ അടിപൊളിയാണോ എന്ന് ചോദിക്കരുത്. ശരി വാടി, അവനെ കൊണ്ടുപോവാ. സെന്റർ എവിടെയായിട്ടാ? ഓടിമതല്ല. എടാ പുതിയ ലുലുമാളിൽ പോയായിരുന്നോടാ? തൊട്ടടുത്ത് ഇതൊരു പോകാൻ പറ്റിയില്ല. ചന്തു, നമ്മുടെ വീട്ടിന്റെ മുഖത്തിലെ കോട്ടയത്തേക്ക് വണ്ടി ഉണ്ട് ഇതിലെ? ഒറ്റ ബസ് ഉണ്ട്. ഉണ്ടല്ലോ. ഞാൻ അതിലല്ല പോകണം. അതിൽ പോയ 1.5 മണിക്കൂർ മറ്റേ മെഡിക്കൽ കോളേജിൽ കറങ്ങി ഭയങ്കര സമയം പോകും. എനിക്ക് 8:30 ക്ലാസ് പോയിട്ട് പോകൂല്ലേ? ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മറ്റേ ഇതാണെങ്കിൽ 1 മണിക്കൂറാണ്. അവള് നോയമ്പാ. സാമ്പാർ, ചോറ്, ചിക്കൻ കറി, തീയല്, അവിയല്, കൂർക്ക, പയറുതോരൻ, അച്ചാർ. അല്ലാതെ പിന്നെ ഞാൻ നോക്കുന്നു, പിന്നെ ചേച്ചിക്ക് നോക്കുന്നു. അല്ല ഞാൻ ചേച്ചിക്ക് നോക്കുന്നുള്ള എനിക്ക് നോക്കി നിന്നപ്പോഴാണ് മനസ്സിലായത്. അതിലിട്ടാണ് അവിടെ വന്ന ആൾക്കാരൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തടാ.
അങ്ങനെ ഞാൻ കൊടുത്തു. ആണ്ട് കൊടുക്കുന്നു. പോയി. എൻ്റെ ഉള്ളി നിന്റെ കാര്യം പറയാം. പുറത്തിറങ്ങുമ്പോഴെങ്കിലും ആ ഫോണൊന്ന് ഒഴിവാക്കടാ. Two chuchu. 1 chuchu. The Thomas chuchu. 1, 2, 3. ഒരാഴ്ച മുമ്പ് വരെ ആയിരക്കണക്കിനുണ്ടായിരുന്നു. ഉറക്കം വേണല്ലോ അവന്. നമുക്ക് കൊച്ചച്ഛൻ എടുക്കുമ്പോൾ ഞങ്ങൾ കൊച്ചച്ഛൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാം. നിങ്ങൾ ഇത് കഴിക്കും. ആ കുളിക്കുമോ അല്ലേ? എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? എന്നെ 3 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്നറിയോ മറ്റേ അന്ന് ഓടിട്ട വീടാണ്. ഞങ്ങൾക്ക് വ്ളോഗുണ്ട്. വ്ളോഗ് അല്ല ഉണ്ണിക്കോട്ടാ. ദേ 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 ആ ദേ ദേ ചില്ലറ കാണാൻ മേടിക്കും. 1 രൂപ ചില്ലറ കാണാൻ മേടിക്കും. എല്ലാവരുടെ അടുത്തും മേടിക്കും അല്ലേ? ഇവിടെ വന്നേ ചെല്ല് നമ്മളോട് ചെല്ല് ഉണ്ണിക്കൂടാ ചെല്ല. അയ്യോ വേണ്ടേ. അവനെ ഉണ്ണിക്കുട്ടൻ തൊപ്പിക്കാരൻ. നേരത്തെ ടോണിയും അവന്റെ അമ്മയും മതിയായിരുന്നു. ഇപ്പൊ അവന്റെ അപ്പ കുഴപ്പമില്ല. നീ ഇപ്പൊ ആൾക്കാരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ മേലെ അവരൊരു സാധനം തരികല്ലോ നിനക്ക്. ഞാൻ ഇച്ചോട് വലുതായിട്ടെന്ന് പറ. അത് വരും. ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കും തോറും മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാം പറയാം. ചേട്ടാ അതിനെ കടിച്ചിരിക്കണോ? 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 3 വയസ്സാവും. 3 വയസ്സാവും. 2 മാസം കൂടെ കഴിഞ്ഞാൽ 3 വയസ്സാകും. ജൂൺ 22 3 വയസ്സാവും. കൊച്ചാ ഇരിക്കും. ഞാൻ എടുത്തരാം. വാ എടി ഇവരെ പിടിച്ചോടി. അത് ഇവന് കാണാൻ വേണ്ടി വെച്ചേക്കുന്ന അടുത്ത് മാറ്റാൻ മതി. എന്നാലും ഇവനെ പിടിച്ചോ. ഞാൻ വിളമ്പി തരാം. കൊച്ചാ വായിരിക്കും. പിടിച്ചോ. ഇരിക്കും ഇല എടുത്തോ. എല്ലാം ഇടത്തേക്ക് ഇടത്തേക്ക്. ആ ഇതിപ്പം നടുക്കല്ലേ. കൊച്ച വായിരിക്കും. ആ ചിറ്റ അങ്ങോട്ട് കയറി. ആദ്യം കേൾക്കണോ? അങ്ങനെ കൊച്ചൻ കയറിയിരിക്കും. ആ ബാക്കി എല്ലാവരും കഴിച്ചു. ആ അപ്പം സൈഷൻ കൊച്ചനെ കണ്ടില്ലല്ലോ. കൊച്ചൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലായിരിക്കും അല്ലേ? ആ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ ഇരുന്നേ. അതാ ഇത് അതിടണ്ട. ഒരു കാര്യം ചെയ്യാം ജോണി, ഞാൻ ഇവിടെ കൂർക്ക ഇത് കൂർക്ക സാമ്പാറുണ്ട്. സാമ്പാർ വേണ്ട, ചോറ് എടുത്താൽ ആ പച്ചമുറുണ്ട്. വീട്ടിലുണ്ടാക്കിയാലോ അങ്ങനെ കൊച്ച തീയല് ചിറ്റയ്ക്ക് തീയല് കിട്ടിയില്ലല്ലോ. തീയല് കിട്ടിയതോ? ആണല്ലോ.
സാമ്പാറിന്റെ മൂട് കഴിഞ്ഞ് അതിനാ ഇച്ചിരി മതി ഒന്നും അതൊന്നും അറിയാനൊന്നുമില്ല. അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചതാ. ഇന്നലെ വൈകിട്ട് വെച്ച് രാവിലെ എടുത്തപ്പോ ചൂടുണ്ടായിരുന്നു. എന്നാ കഴിയല്ലെന്ന് പിന്നെ ഞാൻ ഓർത്ത് അമ്മയ്ക്ക് ഇത് വേണ്ടല്ലോ, ചിക്കൻ വേണ്ടല്ലോ. ചിക്കൻ വേണം എനിക്ക്. ആണോ? സരിത ചിക്കൻ വേണ്ട അതിനാ ഞാൻ ഉത്സവം കഴിഞ്ഞിട്ടുള്ളൂ. മതി മതി. ചാറ് അതേതാ കഷ്ണം നോക്കണേ. അതൊക്കെ നമുക്ക് ഇവിടെ എടുത്താൽ മതി. കുറച്ച് മതി കുറച്ച് മതി കുറച്ച്. ചിറ്റയ്ക്ക് ചിക്കൻ. ആ ഞാൻ കഴിക്കല്ലേ? നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഇതാ നല്ലത്. കൊച്ചിന് സദ്യക്ക് വിളമ്പാനായിട്ട് ഈ ടേബിൾ പോരാ. ഓ അല്ല ഇത് ഇട കുറവാ. ഇല്ല 4-5 പേർക്കൊക്കെ ഓക്കെ. അല്ല ഒരു സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല. തേങ്ങ ചന്ദ്ര അയ്യോ കുടുങ്ങിയപ്പേ. അയ്യോ കാല് കുടിക്കോ? വിഷമം പക്ഷെ വേറെ ഏതാ ഞം വേണം അതിന്. ഉണ്ണി കണ്ടോ ഞം ഇല്ലടാ. അവിടെ ഇരിക്കുന്ന എടുത്തു കൊടുക്കാന അത് തിന്നുന്നത് കൂടാ. അതിലൊന്നുമില്ല. നാലമ്പ് തുടങ്ങി അവന്. ജീരമുട്ടായി തിന്നാഞ്ഞിട്ട് അവന് വിഷമം കയറിയിട്ടാണ്. ജീരമുട്ടായല്ല അത് റോള്. അതോ എനിക്കിനി ഒരു സാധനം ഇല്ലല്ലോ. നീ ചോറിനകത്താ ചേർക്കാൻ ഇനി ഒരു സാധനം ഇല്ല. നീ പറയല്ലേ അയ്യോ കരയില്ല. നീ കള്ള പിള്ളയാണ്. അത് റോളില് എല്ലാരും കഴിച്ചിട്ട് അതിന്റെ കൂടെ എന്തൊക്കെ സാധനം ഇട്ട് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. അപ്പൊ അല്ലടാ അത് ഉണ്ണി. അത് ഞം ഇല്ല ഉണ്ണിയെ തീർന്നു. മോളും ഒക്കെ അറിയുന്നുണ്ടോ ഉണ്ണി? ആ കൂട് കാണിച്ചു കൊടുക്ക. അതാണ് ആ കൂട് റോൾ. അത് റോൾ മിൽക്ക് റോൾ അല്ലേ? അവന് മനസ്സിലായിട്ട് റോളോ മിൽക്ക്. ഉണ്ണിക്കോട്ടാ നിനക്ക് കറക്റ്റ് അറിയാല്ലേ ചോക്ലേറ്റിന്റെ സാധനം. അതിലൊന്നും ഇല്ലടാ. കാണിച്ചു തരാം. ഉണ്ണിക്കൂടെ കാണുന്ന ഉറങ്ങിക്കോ കേട്ടോ. ഇല്ല അതില്. എല്ലാം ഓക്കെ അല്ലേ? കൊച്ചാ ഹാപ്പി വിഷു. ചോറുണ്ടില്ലല്ലോ. അവൻ ചില്ലറ കൊടുത്താലേ മേടിക്കുള്ളൂ. 1 രൂപ കൊടുത്താൽ മതി. 2 കഴിഞ്ഞു. ഉണ്ണിക്കൂടെ ബാഗിനകത്തേക്ക് കിട്ടോ. ബാഗിനകത്തേക്ക് കിട്ടോ. നമുക്ക് കിട്ടിയ സ്ഥലത്തേക്ക് കിട്ടും. താങ്ക് യു. ഓ 20 തൊട്ടല്ലേ ഇത്? ആവോ കൊച്ചന് എല്ലാവർക്കും 20 തൊട്ടാണല്ലോ. ഇത് മറ്റേ ഇറ്റലിയിലെ നാണയം ഏതായിരുന്നു? ലിറ. ഇറ്റലിയിലെ പഴയ ഒരു കോയിൻ കളക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ. എടാ ഉണ്ണി കൊച്ചാ വാ ഇരിക്കാം കഴിക്കാം. ആ മറ്റേ കറിയും കൂടെ മിക്സ് ചെയ്യാൻ നേരത്തല്ലേ? പാചകം പപ്പയും ശരണ്യം. പപ്പ അത് ശരി. അതേ ഉള്ളൂ.
ഇതെന്താണ്ട് കൂടെ അറിയോ നിങ്ങളെ മുതലാക്കിയല്ലേ? ഹായ് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വണ്ടി കൊടുത്തിട്ട് സൂചി ഇങ്ങോട്ട് വേണോ? എടാ ഞെക്കടാ ഉണ്ണി. അമ്മയുടെ സർപ്രൈസ് വിസിറ്റ് ആടാ കാണിക്കാം. വണ്ടി കടയിൽ കയറി വെച്ചേ ഉണ്ണി. നിങ്ങളിനി രണ്ട് യാത്ര കൊണ്ടുവിടാൻ വേണ്ടേ? അപ്പൊ പിന്നെ വരണ്ടായെന്ന് പറഞ്ഞു. അത് ദൂരല്ലേ? കടലിൽ നിന്ന് പറഞ്ഞാൽ അടൂരില്ലേ? നീ ഓടിക്കടാ. ഞങ്ങൾ നോക്കുമ്പോ ഒരാള് ഞാൻ ഇവരോട് നിർത്താൻ പറഞ്ഞ് ശരണ്യ അമ്മയെന്നും പറഞ്ഞു. ഓക്കെ അല്ല പരിചയം പോകണം. അന്നേരം സർപ്രൈസ് തരാൻ പോകുന്ന ചീറ്റി പോയി. ഇന്ന് ഇടിപിടി പറയാന്ന് പറയാം. പത്തനംതിട്ടയിലും കോട്ടയം മഴ ഉണ്ടാകും പറഞ്ഞോണ്ടാ മെസ്സേജ് വന്നത്. 600 കോട്ടയം ജില്ലയിലാണല്ലോ. അല്ല നമ്മളിനി അയ്യോ എന്താടി ഇത്? സിട്രസിൽ നിന്ന് എങ്ങനെയുണ്ടോ? വണ്ടി വെച്ച് ഫോണും ഫോൺ വണ്ടിക്കകത്ത് വെച്ച് ഫോണിനെ കുറിച്ച് മിണ്ടരുത്. നീ ഒന്ന് ആലോചിക്കാം. 15 മിനിറ്റ് ഈ കൊച്ചു ഉറങ്ങിയുള്ളൂ. അവിടെ കിടന്ന് ഞാനും അങ്ങോട്ട് തുടങ്ങി 15 ഉണ്ണി വണ്ടി നേരത്തെ വെച്ചാ അവനത് നശിപ്പിച്ച് കാണിച്ച് ശരിയാക്കാം. അവന് തിരിച്ചു കിടക്കണം. അവൻ തിരിച്ച് കട്ടിലോട്ട് തള്ളുക. ഞാൻ പിടിച്ചു വലിക്കുക. ഇവൻ തള്ളുക. വെച്ചാ ഉണ്ണി ഞാൻ അവസാനം കൊണ്ടുവന്നു. എന്നിട്ട് വണ്ടി കയറിയപ്പോ അപ്പൊ തന്നെ സീറ്റ് ഇത് റിവേഴ്സിൽ മറ്റേ വളഞ്ഞോളൂ ഓട്ടോമാറ്റിക്കലി. അവന്മാരുടെ ടെക്നിക്കാ. അപ്പോൾ വണ്ടി വളയ്ക്കണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുത്ത് വളച്ചാൽ മതി. എടാ ഒന്ന് കാണിക്കടാ. വണ്ടി നേരെ വെച്ചടാ. അടാ അത് വീണ്ടും കെടുത്തി. കളിപ്പാട്ടമാണോ അവന്റെ? നന്നാക്കി കൊടുക്കണ്ട ഞാനല്ലേ. ഇവന് തല്ലിപ്പൊടിച്ച് നീ തലയിൽ ചുമന്നിട്ട് നടക്കും. അമ്മേ ഇനി ഇവര് വണ്ടി മേടിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം ഒന്നും മേടിക്കില്ല കേട്ടോ. ഇത് ഈ 350 രൂപയുടെ സാധനം ഒന്നും അവൻ അറിയാൻ പാടില്ല. അവന് 20 രൂപയുടെ വണ്ടി ആയാലും മതി. അതെ ആണാടാ അവൻ്റെ അവൻ പറ്റിച്ചിട്ട് തിന്നാണ്ടോ? അതെ ഉണി ഇതാണ്ടാ പറ്റിക്കറാ നിന്നെ. എല്ലാരും പറ്റിക്കാണേ. അയ്യോ ഉണ്ണി പിടിച്ചു മേടിച്ച്. അവന്റെ പറ്റിക്കാൻ പിടിച്ചു ഞാൻ മറ്റേ സാമി വീട്ടിൽ ഫോർമാലിറ്റി കാരണം ചോറ് മേടിച്ചു. ഞാൻ കഴിച്ചായിരുന്നു. കൈ പിടിച്ചേക്കരുത്. പെട്ടെന്ന് ടയറും കറങ്ങി. ആ ബാറ്ററി ശരിക്കും പക്ഷെ ഒട്ടിച്ച് വെച്ചാ പ്രാവൻകൂട് നല്ല സിനിമയാണോ? കുഴപ്പമില്ല. അവസാനത്തെ ഒരു 1 മണിക്കൂർ ഇച്ചിരി നമുക്ക് രസിക്കാത്ത പല സീനുകളുണ്ട്. അമ്മേ ഡ്രസ് മാറും. ഡ്രസ് മാറും റെഡി. നമുക്ക് ആ ചുരിദാർ എന്തെങ്കിലും
ഇതാറില്ല നൈറ്റി എടുത്ത് കൊടുക്കും ചെല്ലി. ഇല്ല നോ 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 നോ. ഇന്ന് പെരുമഴയാ, ഇന്നിനി എങ്ങും പോയല്ല. ഇല്ല ഇന്നത്തെ ദിവസം ഒരു പരിപാടി നടക്കില്ല. യാത്രയില്ല. ആ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മാക്കാച്ചിയോ തിരിച്ച് റിവേഴ്സ് ഉണ്ട്, റിവേഴ്സ്. ഞെക്കാണ്ട് എടാ വായി വെക്കല്ലേ ഉണ്ണി, വായി വെക്കല്ലേ. ആ അല്ല 500 മതിയോ? അത് ഇന്നലെ വന്നായിരുന്നു അല്ലേ? ആ അത് നീ ഇട്ട് കൊടുക്കാൻ മറന്നു പോയായിരുന്നോ? ഇത് കാപ്പിയല്ലേ? നമുക്ക് വെള്ളം കൂട്ടുന്നതിന് ഒരു അളവ് കുറഞ്ഞാൽ മതിയായിരുന്നു. റെഡി, ഈ ചായ കൊടുത്തേക്കാം. ഒരു 2 എടുത്ത് കൈ പിടിച്ചോ. കുടിയടാ, നമ്മള് കുറച്ച് ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പുണ്ട് നമുക്ക്. എടാ ടോണി, നീ ഇപ്പറ ഇരുന്നിട്ട് അവനെ അപ്പുറം ഇരുന്നിക്കണം. അടി അവനെ നല്ല ചൂട് ചായ കുടിക്കും. എൻ്റെ BP അങ്ങോട്ട് കുത്തനെ കൂടട്ടെ. ചൂടിയില്ല ഇല്ല അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലടാ. ഇടി അമ്മേ സഹകരിക്ക് പ്ലീസ്. പേടിയായോണ്ടാ നമ്മളീ പോണ വഴിക്ക് വണ്ടിയൊക്കെ വലിയ പാടാ. അല്ല കാര്യം പറഞ്ഞാ ഇല്ല പോകാൻ പറ്റില്ല. ഇന്ന് വണ്ടി എടുക്കാൻ പറ്റിയ നീ പറഞ്ഞു. ഇന്ന് രക്ഷയില്ല. ഇന്ന് ഇടിയും മഴയും വെട്ടി പത്തനംതിട്ടയിലും കോട്ടയത്തും മഴയാണ്. ഇന്നിപ്പോൾ ആർക്കും അങ്ങോട്ട് യാത്രയില്ല. നിലത്ത് വെച്ചോ. എന്നാ ശരി. അപ്പോൾ വിഷു വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്.